ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫായിരിക്കുന്നു. ഇപ്പോൾ ഇഞ്ചി നടുന്ന സമയമാണ്. ആ ഇഞ്ചി എങ്ങനെയാണ് നടുന്നതെന്ന് ഞങ്ങളുടേതായ നാടൻ രീതിയിൽ ഞങ്ങൾ എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം. അതിന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഇഞ്ചി നടുമ്പോഴേ ഇഞ്ചി പണ കോരുകയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ചുറ്റും പണ കോരി ഇങ്ങനെ ഒതുക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ ചുറ്റും പണ കോരി ഒതുക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ കുഴികളെടുക്കും. എന്നിട്ട് ഈ ഓരോ കുഴികളെടുക്കുന്നുണ്ട്. ആ കുഴികളിലാണ് പിന്നീട് വളമിടുന്നത്. വളമിടുക എന്ന് വെച്ചാൽ വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും പിന്നെ എല്ലുപൊടിയും കൂടെ ചേർത്താണ് ആദ്യം അടിവളം ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ എല്ലാം കുഴി കുത്തിയിരിക്കുന്ന കണ്ടോ. ഇതിനകത്ത് ഇനി അടിവളം ഇടും. ഇത്രയും അടിവളം ഇട്ടിട്ടാണ് ഇഞ്ചി അതിനകത്ത് ഇടുന്നത്. വേപ്പിൻ പിണ്ണാക്ക് ഇടാൻ അത് വേപ്പിൻ പിണ്ണാക്കാണ് ഞാൻ കാണിച്ചത്. കണ്ടോ, വേപ്പിൻ പിണ്ണാക്കാണ് ഇട്ട് കൊടുക്കുന്നത് അടിയിൽ. ഈ വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നതെന്ന് വെച്ചാൽ ഈ പിന്നെ മണ്ണിനടിയിൽ നിന്നുള്ള പച്ചയിടരുത്, കീടങ്ങളൊന്നും ഇഞ്ചിയിലൊന്നും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചാണകപ്പൊടി ഇടുന്നതാണ്. ഇത് ഇത്രയും ഇട്ട് ഇളക്കിയതിന് ശേഷമാണ് ഇഞ്ചി ഇതിനകത്ത് നടുന്നത്. എല്ലുപൊടി വേണ്ട, ഇതാണ് എല്ലുപൊടി. വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടി എല്ലുപൊടിയും കൂടി അടിസ്ഥാന വളം ഇട്ടിട്ടാണ് ഇഞ്ചി നടുന്നത്. ഇഞ്ചി വലിയ 2 കഷ്ണം 2 പീസ് ഇഞ്ചി വീതമാണ് ഇട്ടേക്കുന്നത്. ഇനി ഈ വളം എല്ലാം കൂടി ഈ മണ്ണുമായിട്ട് കൂട്ടി ഇളക്കും. നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ വേണമെങ്കിൽ ഗ്രോ ബാഗിലും നമുക്ക് ഇതുപോലെ നടാൻ ഇഷ്ടംപോലെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള മായമില്ലാത്ത ഇഞ്ചി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് കണ്ട, ഇപ്പം ഇതിനകത്താണ് ഇഞ്ചി നടുന്നത്. ഇഞ്ചി ഇത് നട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കരിയിലയിടും. എന്നുവെച്ചാൽ പിന്നെ ഇതിൻ്റെ ഈ മണ്ണൊന്നും ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ മുകളിൽ കരിയിലയിട്ട് അതിൻ്റെ മുകളിൽ തടയിടും. എന്നുവെച്ചാൽ അത് കാറ്റത്ത് പറന്നു പോവുകയോ അല്ലെങ്കിൽ മറ്റ് കിളികളോ അല്ലെങ്കിൽ മദ്നികളോ വന്ന് മാന്തിക്കളയാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ തടയിടും. അങ്ങനെയാണ് ഈ ഒരു ഏരിയ മൊത്തം ഒരു പ്രാവശ്യം ചെയ്തതിൻ്റെയാണ് ഈ അച്ഛൻ കാണിക്കുന്നത്. അതിനകത്താണ് 2 പീസ് ഇഞ്ചി നടുന്നത്. ഇത് നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനല്ല, നമുക്ക് വിൽക്കാൻ വേണ്ടിയുള്ളതാണ് ഇതെല്ലാം. ഈ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താ ഇതെല്ലാം ഇങ്ങനെ നട്ടുണ്ടോ. ഇതെല്ലാം ഇങ്ങനെ നട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ തടയിടും. ചാണകപ്പൊടി, പിന്നെന്തോ എല്ലുപൊടി, പിന്നെന്തുണ്ട്, വേപ്പിൻ പിണ്ണാക്ക്. എന്നിട്ട് ഇതിനകത്താണ് ഇത് കുഴിച്ചിടുന്നത്. ഇത്രയും വലിയ ഇഞ്ചിയാണ് നടന്നത്. ഇത്രയും വലിയ 2 പീസ് ഇഞ്ചിയാണ് ഒരു തടത്തിൽ നടന്നത്. അപ്പോഴാണ് ഒരുപാട് പൊട്ടിക്കിളിച്ചിങ്ങനെ വലിയ ഒരുപാട് ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ ചെറുതിട്ട് ഒരുപാട് ചെറുതിൽ ഇഞ്ചി കിളച്ചെടുക്കുക. കിളിച്ച് വരുമ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റി വീണ്ടും ഇതിനകത്ത് മണ്ണിടും. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരുപാട് ഇഞ്ചി നഷ്ടമായിരുന്നു. ഒരു ഇഞ്ചിയുടെ ഒരു ഇങ്ങനെ പഴുപ്പ് ബാധിച്ച് മൊത്തം പകുതി ഇഞ്ചി ആയപ്പോഴത്തേക്കെല്ലാം അത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അധികം നശിച്ചു പോയാൽ കേട്ടോ.
ഇതെല്ലാം നട്ടതിന് ശേഷം ഇതിൻ്റെ മേളിൽ കരിയില ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ കരിയില ഇട്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു സ്ഥലത്ത് അടുത്ത ഇനിയും ഇതുപോലെയുള്ള അത് ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുക. ഇനിയും ഇപ്പോഴത്തെ സീസൺ ആണല്ലോ, ഇനി അടുത്ത ഓരോ കൃഷികളും ഇങ്ങനെ നടാനുണ്ട്. അതുമായിട്ടൊക്കെ ഞാൻ ഇനിയും വരാം. ഓക്കെ, ബൈ. ഇഞ്ചി ചെയ്യുക ഇതിനകത്ത് ഇട്ടേക്കുന്നത്